ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ചെയ്താൽ ഇരിക്കുന്നിടത്തേക്ക് ലക്ഷങ്ങൾ വരുമെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ലക്ഷങ്ങൾ അല്ലെങ്കിൽ വലിയ ധനം വരുമെന്ന് മാത്രമല്ല, ആ വ്യക്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകൃതമാകും, നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിദ്യ, ഈ ഒരു കാര്യം ശരിയായിട്ട് ചെയ്താൽ, ഇത് ഞാൻ പറയുന്ന ഈ കാര്യം മഹാസിദ്ധന്മാർ, അതായത് അഗസ്ത്യരെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അഗസ്ത്യരുടെയും ഒക്കെ ഒരു ഏറ്റവും ലെജൻഡായിട്ടുള്ള സിദ്ധന്മാരുടെ മഹാസിദ്ധന്മാരിലും മഹാസിദ്ധനായ കാകാപുചുണ്ടർ ഇതൊക്കെ ചിലർക്കൊക്കെ അറിയാം, ചിലർക്ക് അറിയത്തില്ല. കാകാപുചുണ്ടർ അല്ലെ കാകാപുശുണ്ടർ എല്ലാം ഒന്ന് തന്നെയാണ്. തമിഴ് നാട്ടിലുള്ളവർക്കൊക്കെയാണ് കൂടുതൽ അറിയാം, മലയാളർക്ക് അറിയാം, പക്ഷേ എങ്കിലും വളരെ കുറവാണ്. അപ്പം അത് കാകാപുശുണ്ടർ എന്ന സിദ്ധൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മന്ത്രം ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന രീതി. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ എല്ലാവർക്കും ചൊല്ലാവുന്ന ഒരു ശിവമന്ത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന രീതിയാണ്. അപ്പോൾ അത് കാകാപുചുണ്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുദർശന ചക്രത്തെ ആരാലും നിർത്താൻ സാധ്യമല്ല. ആ സുദർശന ചക്രത്തെ നിർത്തിയ, കുറച്ചു നേരത്തേക്ക് സ്തംഭിപ്പിച്ചു നിർത്തിയ സിദ്ധനാണ് കാകാപുശുണ്ടർ. അപ്പോൾ ഈ കാകാപുശുണ്ടർ സിദ്ധന്മാരിലും മഹാസിദ്ധന്മാരിലും സിദ്ധനാണ്. ഏറ്റവും ലെജൻഡായിട്ടുള്ള സിദ്ധൻ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു സൂക്ഷ്മ ശാസ്ത്രവിദ്യയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഏതൊരാൾക്കും ഉപയോഗിക്കാം, ഏതൊരാൾക്കും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മന്ത്രം ഞാൻ പറയുന്നില്ല, അതൊക്കെ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ ആ ഒരു രീതി പറഞ്ഞു തരുന്നുണ്ട്. മന്ത്രം ശിവമന്ത്രമാണ് പറഞ്ഞു തരുന്നത്. അതെല്ലാവർക്കും ഉപയോഗപ്പെടാവുന്ന ശിവമന്ത്രമാണ്, ആർക്കും ജപിക്കാവുന്ന ശിവമന്ത്രമാണ്. ആ വിദ്യയുടെ കൂട്ടത്തിൽ ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് മനോകാമനകളും നടക്കും. നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് സമ്പത്തും ഐശ്വര്യവും ലക്ഷങ്ങൾ ധനവും ശരിയായിട്ട് ചെയ്താൽ, വിശ്വാസത്തോടെ ചെയ്താൽ, അതിൽ പൂർണ്ണ വിശ്വാസത്തോടെ ശിവഭഗവാനോട് ചെയ്താൽ, ശിവഭഗവാനാണ് മഹാലക്ഷ്മിക്കും കുബേരനും സമ്പത്ത് നൽകിയത്. നിങ്ങൾക്കും അതുപോലെ നിങ്ങളിലേക്ക് ലക്ഷങ്ങൾ ഭഗവാൻ നൽകും. അങ്ങനെയുള്ള ഒരു വിദ്യയാണ്. ഈ വിദ്യ തന്നെ കോമ്പൈ സിദ്ധർ, മായിയമ്മ ഇവരൊക്കെ ചെയ്തിട്ടുള്ളതായി പറയപ്പെടുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ കാകാപുചുണ്ടർ ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്തതായിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിലും ഒക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഞാനും ചെയ്ത വിദ്യയാണ്. അപ്പോൾ ആ പുചുണ്ടർ ചെയ്ത മന്ത്രം ഞാൻ പറയുന്നില്ല, ശിവമന്ത്രം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആ വിദ്യ ഞാൻ പറഞ്ഞു തരാണ്. ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. ചെയ്താൽ അവരിയ്ക്കുന്നിടത്തേക്ക് മഹാലക്ഷ്മി വരും. അതാണ് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലക്ഷങ്ങൾ അല്ലെ വലിയ സാമ്പത്തികം എല്ലാം വരും. അവരുടെ ഏതൊരാഗ്രഹവും സാധിക്കും. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവവിദ്യ തന്നെയാണിത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഞാൻ എത്ര ശിവവിദ്യ പറഞ്ഞിട്ടുണ്ട്, എത്ര ശിവവിദ്യ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു ദിവസം 21,600 ശ്വാസോച്ഛ്വാസം, അതായത് രേചകവും പൂരകവും രേചകവും, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പൂരകം എന്ന് പറയുന്നു, വെളിയിലേക്ക് വിടുന്ന രേചകം എന്ന് പറയുന്നു. ഈ ശ്വാസം ഉച്ഛ്വാസം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ 21,600 ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരു 3, 4, 5, 10 ശ്വാസോച്ഛ്വാസം ഈ ശിവനെ ചിന്തിച്ച് ഈ രഹസ്യ രീതിയിലൂടെ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചു മാത്രമാണ്. നിങ്ങൾ ആ ഈശ്വരനെ അറിയാൻ വേണ്ടി മാത്രമാണ്. സത്യസന്ധമായ വിദ്യയാണ്. ഒരിക്കലും നിങ്ങൾക്ക് എത്ര ജന്മങ്ങളിൽ ജനിച്ചാലും കിട്ടാത്ത വിദ്യയാണ്. ശിവവിദ്യയാണ്, പരമവിദ്യയാണ്. ഏറ്റവും ടോപ്പായിട്ടുള്ള രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. മഹാസിദ്ധർ കാകാപുശുണ്ടർ ഉപയോഗിച്ചെന്ന് പറയുമ്പം അതിനപ്പുറത്തൊന്നുമില്ല. സുദർശന ചക്രത്തെ വരെ കുറച്ചു നേരത്തേക്ക് സ്തംഭിപ്പിച്ച് നിർത്തിയ ആളാണ് ആളെന്നല്ല, മഹാസിദ്ധൻ. അതായത് സിദ്ധന്മാരുടെ സിദ്ധൻ, അഗസ്ത്യരുടെയും ഒക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു സിദ്ധനാണ് കാകാപുശുണ്ടർ. ഇന്ന് അദ്ദേഹം യോഗവാസിഷ്ഠത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും സാധാരണ എളിമയായിട്ടാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ.
വസിഷ്ഠരെ എത്രയോ ബഹുമാനത്തോടു കൂടിയാണ് കാകാഭുഷുണ്ടർ ഏറ്റവും എളിയവൻ ആയിട്ടാണ് അദ്ദേഹത്തെ, അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഈശ്വരനെ അറിയുന്നവർ ഒരിക്കലും എളിയവനിലും എളിയവനായിരിക്കും, അവനായിരിക്കും വലിയവനിലും വലിയവൻ. അപ്പോൾ യോഗ വസിഷ്ഠത്തിൽ കാകാഭുജുണ്ടർ വസിഷ്ഠർക്ക് ഉപദേശം നൽകുന്ന മറ്റൊരു രഹസ്യവിദ്യ പറയുന്നുണ്ട്. ഇപ്പം ഞാനീ പറയുന്നത് കാകാഭുജുണ്ടർ ചെയ്തിരുന്ന ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണാത്തവർക്കൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇത് എത്രയോ ജന്മാനുജന്മങ്ങൾ ജനിച്ചു മരിച്ചാലും കിട്ടാത്തൊരു സംഭവമാണ്. ലക്ഷം ആളുകൾ ജനിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇത് ആരറിയുന്നോ അവർക്ക് ആ ശിവന്റെ പൂർണ്ണ അനുഗ്രഹം, ആ പരബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്ന ഒരു വിദ്യയാണ്. ഒരു ദിവസം 21,600 ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൽ 5-10 ശ്വാസം ഞാനീ പറയുന്ന രീതിയിൽ ശിവമന്ത്രം ജപിച്ച് ചെയ്യാൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഏറ്റവും ആ ഭഗവാനെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇതെല്ലാവരും അറിയുക, ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ കുബേരനെയും മഹാലക്ഷ്മിയും ഒക്കെ അനുഗ്രഹിച്ച പോലെ ശിവൻ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും, നിങ്ങൾ ആത്മീയത ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മീയത ലഭിക്കും. നിങ്ങളൊരു വലിയ സമ്പന്നനെ ആഗ്രഹിക്കുന്നെങ്കിൽ സമ്പത്ത് ലഭിക്കും. നിങ്ങൾ അധികാരമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാൻ അധികാരം നൽകും. നിങ്ങളുടെ മനോകാമനകൾ എന്താണേലും അത് പൂർത്തിയാകും. നിങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് മഹാലക്ഷ്മി വരും. എന്ന് വെച്ചാൽ വലിയ സമ്പത്ത്, ലക്ഷങ്ങൾ, വലിയ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ വിദ്യയെക്കുറിച്ച് ഇത്രയും പ്രാധാന്യമുള്ളൊരു വിദ്യയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചത്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞു ചെയ്യുമ്പോൾ അതിന് ഗുണം കിട്ടും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ആ വിദ്യ ചെയ്യേണ്ട സമയമുണ്ട്. ആ വിദ്യയ്ക്ക് പുറകിലുള്ള രഹസ്യങ്ങളുണ്ട്. ആ വിദ്യ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും അങ്ങനെ ആർക്കും കിട്ടുന്ന കാര്യങ്ങളല്ല. നിങ്ങളത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അത്ര തന്നെയല്ല, വേറെ കാര്യമൊന്നുമില്ല. ആരിത് കാണുന്നുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും. അപ്പോൾ ആ വിദ്യ പറഞ്ഞു തരികയാണ്. ശിവഭഗവാന്റെ തന്നെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേയം ഗുരുപരമ്പര. സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യനിലൂടെ അസ്മദാചാര്യൻ ഇപ്പോഴുള്ള ആചാര്യം വരെ എത്തി നിൽക്കുന്ന ആ മഹാഗുരു പരമ്പരയെ തന്നെ സ്മരിച്ചുകൊണ്ട്, കാകാഭുജുണ്ടരെ സ്മരിച്ചുകൊണ്ട്, ഇത് എനിക്കുള്ള ഈ കിട്ടിയ അറിവ് ആ ലോക നന്മയ്ക്കായിട്ട് നല്ലത് മാത്രം ഉണ്ടാകാൻ വേണ്ടി ഒരു മനുഷ്യൻ ഒരു ദിവസം 21,600 ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൽ ഒരു 5-10 ശ്വാസോച്ഛ്വാസം ഈശ്വരനെ ചിന്തിച്ച് ജപിച്ച ഈശ്വരനെ അറിയണം എന്ന ചിന്തയിൽ മാത്രം, ആ ഒരൊറ്റ നല്ല ചിന്തയിൽ ഞാനത് പറഞ്ഞു തരികയാണ്. ആ കാകാഭുജുണ്ടറുടെ പാദങ്ങൾ വന്നിരിക്കുന്നു. എൻ്റെ മനസ്സിൽ വേറൊരു ഉദ്ദേശവുമില്ല. ഇത്രയും ഒരു ദിവസം ഇത്രയും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിൽ 5-10 ശ്വാസോച്ഛ്വാസം ഈശ്വരനെ അറിയുന്ന രീതിയിൽ ചെയ്ത് ഈശ്വരനെ എല്ലാവരും അറിഞ്ഞ് എല്ലാവർക്കും മാറ്റം ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥന മാത്രം മനസ്സിൽ നിറഞ്ഞ് ആ ഗുരുക്കന്മാരുടെ പാദങ്ങൾ സ്മരിച്ച് കാകാഭുജുണ്ടരായിക്കോട്ടെ, കോമ്പൈ സിദ്ധരായിക്കോട്ടെ, മായിയമ്മ ആയിക്കോട്ടെ, എല്ലാ സമസ്ത ഗുരുക്കന്മാരെയും ഒരേപോലെ കണ്ട് ആ പരബ്രഹ്മമെന്ന് നനച്ച് എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാകണം, എല്ലാവരും ഈശ്വരനെ അറിയണം എന്ന ചിന്തയിൽ ഞാനിത് പറഞ്ഞു തരികയാണ്. ശിവോഹം ശിവശിവ എങ്കിലർ തീപിണയാളർ ശിവശിവ എൻറുട തീപിണയുമാലും ശിവശിവ എൻറുട തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനേ. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും ഗുണം മാത്രം ഉണ്ടാകണം, എല്ലാവരും ഈശ്വരനെ അറിയണം. ഒരു ദിവസം കുറച്ച് ശ്വാസത്തെങ്കിലും അവർ ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകണം, ഈശ്വരനെ അറിയണം എന്നൊരു ചിന്തയിൽ, ആ പ്രാർത്ഥനയിൽ മാത്രം ഒരു നന്മ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു തരികയാണ് ഈ രഹസ്യവിദ്യ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ വീഡിയോ കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കണം. എൻ്റെ എന്നാൽ 6 വീഡിയോ കാണാനും, എന്നാലേ അത് ഫലം കിട്ടത്തുള്ളൂ. കാരണം ഒരു കാര്യം മുഴുവനായിട്ട് അറിഞ്ഞേ ചെയ്യാവുള്ളൂ. ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതായത് ഈ വീഡിയോ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന വഴിപാടുകൾ, നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന വഴിപാടുകൾ, നല്ല പ്രാർത്ഥനകൾ, നല്ല ചിന്തകൾ, ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. പിന്നെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വിളിക്കേണ്ട ദേവൻ, ദേവത ഒക്കെ പറഞ്ഞു തരുന്നത്. പിന്നെ ക്ഷേത്രത്തിലേക്ക് എപ്പം പോയി വഴിപാട് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എഴുന്നേറ്റ ഉടനെ എങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലണം, ഏത് മന്ത്രം ചൊല്ലണം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, അതുപോലെ മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് കുറച്ച് റിപ്ലൈ ചെയ്യും, അതിൽ താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെയാണ്. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. കൊറോണ സമയത്ത് പോലും ഞാൻ ഫ്രീ ആയിട്ടേ ഇല്ല.
കൊറോണ പിടിച്ചൊരു 10-14 ദിവസം ആശുപത്രി കിടന്നല്ലാതെ ഞാൻ ഫ്രീ ആകാറേ ഇല്ല. അത് നിങ്ങളിപ്പം വാട്സപ്പിൽ ഇട്ടാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാനൊരു റിപ്ലൈ തരും. അപ്പോൾ ഒരാൾക്ക് ഞാൻ കാണുന്ന, എനിക്ക് ന്യായമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഞാനൊരവസരം എൻ്റെ ജീവിതത്തിൽ കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അത് ഞാൻ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ എപ്പോഴും വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, ഞാൻ വർക്കിലായിരിക്കും. പിന്നെ എനിക്ക് ശിവവിദ്യ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഭഗവാനും ചില വിദ്യകളിൽ ലയിച്ചായിരിക്കും പലപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. എല്ലാത്തപ്പം വർക്കുണ്ടാവും. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ശിവോഹം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന കർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോ ശിവോഹം. ജഗത് സർവം ശിവോഹം. ഭഗവാനെ തന്നെ സമർപ്പിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വിദ്യ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ തന്നെ വിരലുകൾ കണ്ടോ ഇങ്ങനെ പിടിച്ച് കണ്ടല്ലോ, ഇങ്ങനെ പിടിച്ച് വടക്കോട്ട് നിന്ന് ഓം നമ ശിവായ ജപിക്കുക. കണ്ടല്ലോ. ഇനി ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. കണ്ടല്ലോ. ഇതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ? ഈ വിരലുകളുടെ എല്ലാ അറ്റത്ത് പ്രസ്സിങ് ആകുന്നുണ്ട്. കണ്ടല്ലോ, പ്രസ്സിങ് ആകുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ പ്രസ്സിങ് ആകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബലം അല്ലെങ്കിൽ ഒരു പ്രസ്സിങ് ഇങ്ങനെ വെക്കുമ്പോൾ വിരലഗ്രങ്ങളിൽ കിട്ടുന്നുണ്ട്. കണ്ടല്ലോ രഹസ്യം. ഒരു കാര്യം ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തൊഴാം, അത് നല്ലത് തന്നെ. അങ്ങനെ ചെയ്യാൻ ചെയ്തു. പക്ഷെ ഞാനീ പറഞ്ഞ രീതി ഇങ്ങനെ ചെയ്യണം. രാവിലെ കുളി കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ വിരലുകൾ വെച്ച് കണ്ടല്ലോ, ഇത് ഈ അറ്റത്ത് വിരലുകളുടെ അറ്റം പ്രസ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ വെക്കുന്നതിനെക്കാട്ടിലും വിരലുകളുടെ അറ്റത്തൊരു പ്രസ്സിങ് കൂടുന്നതാണ് ഇങ്ങനെ വെക്കുമ്പോഴാണ്. നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. കണ്ടല്ലോ, ഇങ്ങനെ കൈകൾ വെച്ച് വടക്കോട്ട് നോക്കി, വടക്ക് ഹിമാലയത്തിൽ ശിവൻ വസിക്കുന്നു. ആ ഹിമാലയത്തിലെ കൈലാസ ശിവനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വടക്കോട്ട് നോക്കി ഓം നമ ശിവായ ഒരു തവണ ജപിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. അതാദ്യമേ ചെയ്യണം. രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ തല തോർത്തി കഴിഞ്ഞാൽ. ഇനി ഞാൻ വിദ്യ പറഞ്ഞുതരാം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെ വിരലുകൾ വെക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? ആരെന്ത് പറഞ്ഞാലും അതേപടി അങ്ങ് വിശ്വസിക്കരുത്. അതിൻ്റെ പുറകെ കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പം ഞാനും ആര് പറഞ്ഞാലും അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ തള്ളിക്കളയാം. ഞാനങ്ങനെ ആര് പറഞ്ഞാൽ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വിരൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. വിരലറ്റങ്ങൾ കണ്ടല്ലോ, വിരലറ്റങ്ങൾ. ഈ വിരലറ്റങ്ങളിലെല്ലാം വിരലടയാളങ്ങളുണ്ട് അല്ലേ? വിരലടയാളങ്ങളുണ്ട്. ഈ വിരലടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചാലുകളാണ്, പാത്തുകളാണ്, ചെറിയ ചാലുകളാണ്. ഈ വിരലടയാളങ്ങൾ ഇന്ന് പല കാര്യത്തിനും ഈ വിരലടയാളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതന്നെ വിരലടയാളങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന് പല കാര്യത്തിനും. കാരണം ഈ വിരലടയാളങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതിൽ തന്നെ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ പ്രത്യേകത, ആ വ്യക്തിയെ തിരിച്ചറിയാൻ, ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ പോലെ ആയിരിക്കത്തില്ല വേറൊരു വ്യക്തിയുടെ വിരലടയാളം. എത്ര ലക്ഷം കോടിക്കണക്കിന് മനുഷ്യരുണ്ടെങ്കിലും. അപ്പോൾ ഈ വിരലടയാളങ്ങൾ വളരെ പ്രത്യേകത ഉള്ളതാണ്. ഇനി ഈ വിരലടയാളങ്ങൾ കൊണ്ട് തന്നെ, ഇപ്പം പെരുവിരലടയാളങ്ങൾ കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പല സ്വഭാവങ്ങളും വിശേഷങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിയുന്ന രീതികളുണ്ട്. അത് പോട്ടെ, ഞാനത് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി വിരലടയാളങ്ങളൊക്കെ ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ കൂടെ സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിരവധി ആളുകളുടെ അതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അത് വിരലടയാളങ്ങൾ ഇപ്പോൾ ലൂപ്പ്, അൾനർ ലൂപ്പ്, റേഡിയൽ ലൂപ്പ്, ഇങ്ങനെ ഒരുപാടുണ്ട്. പീകോക്ക് ഐ. ഞാൻ അതിനെക്കുറിച്ച് കുറേ ഗവേഷണം നടത്തിയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആളുകൾ അതൊന്നും അധികം കണ്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, അതിൻ്റെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വിരലഗ്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. മനസ്സിലായല്ലോ? കാരണം വിരലഗ്രങ്ങളിലാണ് വിരലടയാളം കാണുന്നത്. ഈ വിരലടയാളങ്ങൾ ചാലുകളാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും, ചാലുകളാണ്. ഈ ചാലുകളുടെ വികസിത രൂപമായി ഈ ചാലുകളും. ഇതും ചാലുകളാണ് ഈ രേഖകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഒരു വികസിത രൂപമാണിത്.
അപ്പോൾ ഈ അടയാളങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പല കാര്യങ്ങളും അറിയാൻ പറ്റുമെങ്കിൽ ഇതിൽ നിന്നും അറിയാൻ പറ്റും. അത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനിയും നമ്മൾ ഏത് കാര്യവും സ്പർശിച്ച് പെട്ടെന്ന് അറിയുന്നത് വിരലിൻ്റെ അറ്റം കൊണ്ടാണ്. നമുക്ക് പെട്ടെന്നൊരു കാര്യം സ്പർശിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു അവിടുത്തെ അവിടെ നിന്നുള്ള ഒരു സിഗ്നൽസ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വിരലടയാളം വിരലിൻ്റെ അറ്റമാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ, വിരലിൻ്റെ അറ്റം. അപ്പോൾ ഈ വിരലിൻ്റെ അറ്റങ്ങൾക്ക് ആ ഒരു സംവേദന ശക്തി കൂടുതലാണ്. ആ വിരലിൻ്റെ അറ്റങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഈ വിരലറ്റങ്ങളിൽ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെ ഈ വിരലറ്റം പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു സ്ട്രെങ്ത് കിട്ടും. സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു നല്ല പക്വത കിട്ടും. ഒരു മനസ്സിന് പക്വതയാണ് സ്ട്രെങ്ത്, വയലൻ്റ് ആകുന്നതല്ല. മനസ്സ് ശാന്തമായി നിൽക്കുന്നതാണ് മനസ്സിൻ്റെ ശക്തി. ആ ഒരു ശാന്തതയോടുകൂടി ഏത് കാര്യവും ടാക്റ്റ്ഫുള്ളായിട്ട്, അത് നയപരമായിട്ടൊക്കെ സംസാരിക്കാൻ തന്നെ ഇങ്ങനെ വിരലടയാളങ്ങൾ പ്രസ് ചെയ്താൽ സാധിക്കും. അത് ഇങ്ങനെ വെച്ചാൽ കിട്ടത്തില്ല. ചെയ്ത് നോക്കിക്കും. ഇങ്ങനെ ചെയ്താൽ മനസ്സിലാകുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ വിരലടയാളങ്ങളുടെ ഈ വിരലറ്റങ്ങളിൽ ഈ വിരലുകൾ പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് പ്രസ്സിങ്, അവിടെ ഒരു മെഡിറ്റേഷൻ നടക്കുകയാണ്, അവിടെ ഒരു എനർജിയുടെ പ്രവാഹം നടക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ രഹസ്യം. അപ്പം ഇതൊരു ഊർജ പ്രവാഹം നടക്കുന്നുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ. ഇത് നിങ്ങൾ ഇങ്ങനെ കൈവച്ച് കണ്ടല്ലോ, ഇങ്ങനെ കൈവച്ച് ഉണ്ട്, ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. ഇങ്ങനെ കൈവച്ച് നിങ്ങൾ വടക്ക് ദിക്കിലേക്ക് നോക്കി ആ ഭഗവാനെ കൈലാസ ശിവനെ സങ്കല്പിച്ച് കുളി കഴിഞ്ഞ ശേഷം തല തോർത്തിയിട്ട്, അപ്പം നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് ജലാംശം കാണും തല തോർത്തിയാൽ പോലും. ആ ജലാംശത്തോടു കൂടി വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ വിരലുകൾ വെച്ച് ഓം നമഃ ശിവായ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജപിച്ചാൽ, ചേർത്ത് ഞാൻ തൊട്ട് വെക്കേണ്ട, അല്പം അകത്തി നെഞ്ചോട് പിടിച്ച് ഓം നമഃ ശിവായ ജപിച്ചാൽ, ഓം നമ ശിവായ അങ്ങനെ ജപിക്കണം. ഞാൻ പറഞ്ഞ പോലെ ജപിക്കണം. ഷാ മതി, ഇഷ വേണ്ട, നമശീന്ന് വേണ്ട, നമ ശിവായ എന്ന് മതി. ഓം നമ ശിവായ. ഓം ജപിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ്, പിന്നെ നമ, പിന്നെ ചെറിയൊരു ഗ്യാപ്പ്, നമ ശിവായ. അപ്പോൾ ഈ ഷീ എന്നുള്ള ഒരു ഷാ, രണ്ട് ഷാ വേണ്ട, ഒരു ഷീ. ഓം നമ ശിവായ. അപ്പോൾ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം, കണ്ണ് തുറന്ന് ജപിച്ചാൽ മതി. നമ്മൾ വടക്കോട്ട് നിൽക്കുന്നു, അവിടെ ഹിമാലയത്തിൽ കൈലാസത്തിൽ പരമശിവൻ, ആ ശിവനെ സങ്കല്പിച്ച് ഓം നമ ശിവായ ജപിക്കുക. ഒരു തവണ ജപിച്ചാൽ മതി. നമ്മൾ ആ ഭഗവാനായിട്ട് കണക്റ്റ് ആവും. ചെയ്തു നോക്കിക്കോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അതിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വടക്കോട്ട് നോക്കി നിന്നുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ വെളിയിലിറങ്ങി കഴിഞ്ഞ് നിങ്ങൾ വലത് കൈയിൽ ഉള്ളം കൈയിൽ അല്പം വെള്ളം തൊട്ട് കൂട്ടിത്തിരുമി ശേഷം ഒന്ന് ആകാശത്തേക്ക് നോക്കി, പരമേശ്വര ഭഗവാനെ, ഞാൻ ഈ ശ്വാസത്തിൽ ഈശ്വരനെ അറിയാൻ വേണ്ടി ഞാൻ ഈ പ്രാർത്ഥന ചെയ്യുന്നു, ഇതിന് പൂർണ്ണ ബലം നൽകണേ, എന്നിൽ ഈശ്വര സഹായം ഉണ്ടാകണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇതുപോലെ എഴുതിയെടുക്കണം കേട്ടോ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. നിങ്ങൾ മൂക്കെ പിടിക്കുകയൊന്നും വേണ്ട. വലതു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടതു മൂക്കിൽ കൂടെ വിടുന്നതായിട്ട് സങ്കല്പിക്കുക. സങ്കല്പം മതി. വലതു മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടതു മൂക്കിൽ കൂടെ വിടുന്നതായിട്ട് സങ്കല്പിക്കുക. വലതു മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ ശിവായ നമാന്നും കൂടെ മനസ്സിൽ ജപിച്ച് ഇടതു മൂക്കിൽ കൂടി വിടുമ്പോൾ ശിവായ നമാന്ന് ജപിച്ച് തന്നെ വിടുന്നു. ഇത് എടുത്തു വിടുക, പിടിക്കണ്ട, സങ്കല്പിക്കുക. ഒരു തവണ ചെയ്യുക. വലതു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഇടതു മൂക്കിൽ കൂടി വിടുന്നു, പിടിച്ചു നിർത്തുന്നില്ല, എടുക്കുക, വിടുക. എടുക്കുമ്പോൾ മനസ്സിൽ ശിവായ നമാന്ന് ജപിക്കുന്നു, വിടുമ്പോഴും മനസ്സിൽ ശിവായ നമാന്ന് ജപിക്കുന്നു. ഇതാണ് രഹസ്യവിദ്യ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് കാകാപുശുണ്ടരെ പോലുള്ള മഹാസിദ്ധന്മാർ ഉപയോഗിച്ച ഒരു രീതിയാണ്. മന്ത്രം ഇതല്ല. മന്ത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശിവമന്ത്രം പറഞ്ഞു തന്നതാണ്. ഈ ശിവായ നമഃ എന്ന മന്ത്രം മോഹന മന്ത്രമാണ്. ഏത് കാര്യവും സാധിച്ചു തരുന്ന മന്ത്രമാണ്. അതിൻ്റെ അകത്ത് ഓം ജപിക്കേണ്ട. ഏത് അഭീഷ്ടങ്ങളും ഭഗവാൻ സാധിക്കുന്ന അത്ഭുത ശക്തിയുള്ള മോഹന മന്ത്രമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഈ രീതിയാണ് കാകാപുശുണ്ടരെ പോലുള്ള മഹാസിദ്ധന്മാർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. ഇത് ലോക നന്മയ്ക്കായിട്ട് നിങ്ങളുടെ ഈ ശ്വാസോച്ഛ്വാസത്തിലൂടെ നിങ്ങൾ ഈശ്വരനെ അറിയാൻ വേണ്ടി ഞാൻ ആ ഒരു ചിന്തയെ മാത്രം പറഞ്ഞു തരുന്നതാണ്. ഈശ്വരനെ അറിയാൻ വേണ്ടി
ശരിക്കുള്ള ഈശ്വരനെ അറിയാൻ വേണ്ടി അവരുടെ ഇവിടെയൊക്കെ പുറകെ നടന്ന് വെറുതെ കാലങ്ങൾ കഴിക്കാതെ ശരിക്കുള്ള ഈശ്വരനെ അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അവിടെ അത് കൊടുക്കുന്നു, ഇവിടെ ഇത് കൊടുക്കുന്നു, ആ വിദ്യ കൊടുക്കുന്നു, ഈ വിദ്യ കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നാൽ അടുത്ത ജന്മവും ഇങ്ങനെയൊക്കെ നടക്കും. ഒരിക്കലും ശരിയായിട്ടുള്ള ഈശ്വരനെ അറിയണമെങ്കിൽ ശരിയായ ഈശ്വരവിദ്യ ചെയ്യണം. അത് 1 രൂപ ചിലവില്ലാത്തതാണ്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രഹസ്യം. 1 രൂപ ചിലവില്ല, ഇതിന് 1 രൂപ ചിലവുണ്ടാകും. അത് സത്യമാണ്. അതുകൊണ്ടാണ് അപ്പം ഇത് ഇങ്ങനെ രാവിലെ ചെയ്യുക. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞ് ഞാനീ പറയുന്ന സമയങ്ങളിൽ ഇത് 1 തവണ വീതം ആവർത്തിക്കുക. രാവിലെ 1 തവണ ചെയ്താൽ മതി. ഇത് പറഞ്ഞു തരുമ്പോൾ തന്നെ എനിക്കൊരു ഭഗവാന്റെ ഒരു വലിയ സന്തോഷമുണ്ട് കേട്ടോ, ഇത് ഈ വിദ്യ പറഞ്ഞു തരുമ്പോൾ. കാരണം നിങ്ങൾ ഒരു ദിവസം എടുക്കുന്ന 21,600 ശ്വാസം ഏകദേശം, ആ ശ്വാസത്തിൽ ഒരു 5-10 ശ്വാസം ഇങ്ങനെ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തിനാണെന്നറിയോ? ഈശ്വരനെ അറിയാൻ. ആ അനശ്വരനായ സത്യസന്ധനായ ആ ഈശ്വരനെ അറിയാൻ, ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി. ചുമ്മാ അതിൻ്റെ ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് കാലം കളഞ്ഞ് ജീവിതവും കളഞ്ഞു സമയവും കളഞ്ഞ് ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി ഈശ്വരനെ അറിയണമെങ്കിൽ അതിനുള്ള നല്ല കാര്യം ചെയ്യണം. അല്ലാതെ ചുമ്മാ ഞാനിവിടെ ഗുരുവും ശിഷ്യനും കളിയൊന്നുമില്ല. എന്നെ നിങ്ങൾ വഴി വെച്ച് കണ്ടാൽ പോലും വേണ്ടണ്ട, ഞാൻ ആരുമല്ല. ഞാൻ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ശിവനോട് നന്ദി പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളത് നന്മയ്ക്ക് ഉപയോഗിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അല്ല ഇവിടെ ഗുരുവും ശിഷ്യനും കളിയൊന്നുമില്ല. ഗുരു പരമേശ്വരനാണ്. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരു പരം ശിവോഹം. ആ പരമേശ്വരനാകാൻ ആർക്കും പറ്റത്തില്ല. പരമേശ്വരൻ തന്നെ ആകാൻ പറ്റത്തുള്ളൂ. ആർക്കും ഭഗവാനാകാൻ പറ്റത്തില്ല. പരമേശ്വരനാണ് ഗുരു. പിന്നെ പാർവതി ദേവി. ആ ഗുരുവിനെ നിങ്ങളെപ്പോഴും വന്ദിക്കുക. പിന്നെ മഹാന്മാരായ പുണ്യാത്മാക്കളുണ്ട്, അവരെയും വന്ദിക്കുക. അതായത് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് കർമ്മബന്ധം കൊണ്ടാണ് ജനിക്കുന്ന ഏതൊരാളും. അങ്ങനെ കർമ്മബന്ധം കൊണ്ട് ജനിച്ച് നമ്മളെക്കാട്ടിലും മോശമായ രീതിയിലുള്ള ചിന്താഗതിയുള്ളവരുടെ പുറകെ നടന്ന് ജീവിതം കളയാതെ നല്ല ആളുകളുണ്ട്, നല്ല ആളുകളെ ഫോളോ ചെയ്യുക. അവർ നിങ്ങളെ ചൂഷണം ചെയ്യത്തില്ല. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ അവധൂതന്മാരുണ്ട്, അവർ ഈശ്വരന്മാർ തന്നെയാണ്. അവരെയൊക്കെ വന്ദിക്കണം. അല്ലാതെ ജീവിക്കാൻ വേണ്ടി നിങ്ങളെക്കൊണ്ട് ജീവിക്കുന്നവരുടെ പുറകെ നടന്ന് ജീവിതം കളയരുത്. കളഞ്ഞാൽ ആ ഈശ്വരൻ തരുന്നൊരു അവസരമാണ് ജീവിതം. അതുതന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സത്യസന്ധനായ സനാതനനായ അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ 1 രൂപ നിങ്ങൾക്ക് മുടക്കെല്ലാം ചെയ്യാം. പറഞ്ഞ് മനസ്സിലാകും. ഇത് രാവിലെ 6 മണി 6 AM, രാവിലെ 11 മണി 11 AM, രാവിലെ 11:45 11:45 AM, പിന്നെ ഉച്ചയ്ക്ക് 12 മണി 12 PM, ഉച്ച കഴിഞ്ഞ് 3 മണി, ഉച്ച കഴിഞ്ഞ് 5 മണി, ഉച്ച കഴിഞ്ഞ് 7 മണി, രാത്രി 9 മണി. ഈ സമയങ്ങൾ നിങ്ങൾ മൊബൈൽ അലാം വെച്ചാൽ മതി. ഓരോ തവണ വീതം ചെയ്യുക മതി, കൂടുതലൊന്നും വേണ്ട. ആയി. എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയങ്ങൾ പറഞ്ഞത്? രാവിലെ 6 മണി അത് ഉണർവാണ്, പ്രഭാതമാണ്, പ്രകൃതി ഉണരുന്ന സമയമാണ്, ഉദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. ആ സമയമാണ് ഏറ്റവും നമ്മളിൽ ഉണർവുണ്ടാക്കുന്ന സമയങ്ങളിൽ ഒന്നാണ്. പ്രകൃതി ഉണരുന്ന സമയം നമ്മുടെ ബോധവും ഉണരുകയാണ്. കാരണം നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്, അല്ലാതെ നമ്മൾ വേറെ ഒന്നുമല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ബോധവും നമ്മുടെ ഉള്ളിലുള്ള ബോധവും ഉണരുകയാണ്. ആ ഉണർവിൻ്റെ സമയമാണ് ഉദയത്തിന് മുമ്പുള്ള സമയം 6 മണി. പിന്നെ പറഞ്ഞ 11 മണി. എന്തുകൊണ്ടാണ് 11 മണി പറഞ്ഞത്? ഒരു മനുഷ്യൻ രാത്രി 10 മണി കിടന്നെന്ന് വിചാരിക്കുക. 11, 12, 1, 2 മണിയാകുമ്പോഴത്തേനും ഡീപ്പ് സ്ലീപ്പിലായിരിക്കും, ഏറ്റവും കൂടുതൽ ഉറക്കത്തിലായിരിക്കും. 4 മണിക്കൂർ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് മയങ്ങിക്കഴിഞ്ഞാൽ 4 മണിക്കൂർ ആകുമ്പോഴത്തേനും ആ മനുഷ്യൻ്റെ മൈൻഡ് ഏറ്റവും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. അപ്പോൾ ഒന്നും അറിയത്തില്ല. ആ സമയത്താണ് കൂടുതൽ കള്ളന്മാർ കയറുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരു 2-നും 2:30-ക്കും ആ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ഈ മോഷണം കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. കാരണം മനുഷ്യൻ അങ്ങ് വല്ലാത്ത മാണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ എന്ത്
ഒന്നും അറിയാത്ത രീതിയിൽ അത്ര ഡീപ്പ് സ്ലീപ്പിലായിരിക്കും. അപ്പോൾ ഈ 4 മണിക്കൂർ കിടന്നു കഴിഞ്ഞ് 4 മണിക്കൂർ ആകുമ്പോഴത്തേനാണ് ഡീപ്പ് സ്ലീപ്പ് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ 6 മണിക്ക് ഈ വിദ്യ ചെയ്ത് കഴിഞ്ഞ് ഈ വിദ്യയുടെ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അത് ഏകദേശം 4 മണിക്കൂർ കഴിയുമ്പോൾ 7, 8, 9, 10 4 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് 10 എന്നുള്ളത് 10 മണി കഴിയുമ്പം ഞാൻ 11 പറഞ്ഞത്. അപ്പോഴത്തേനും ആ ബോധം കൂടുതൽ ഡീപ്പിലേക്ക് വരും. നമ്മുടെ ബോധം കൂടുതൽ ഡീപ്പിലേക്ക് വരും. അതുകൊണ്ടാണ് 11 മണി പറഞ്ഞത്. പിന്നെ 11:45 പറഞ്ഞത്, അതായത് 11:50 12:15 ഇടയ്ക്ക് ഏകദേശം സൂര്യൻ ഒരു 10ാം ഭാവത്തിലേക്ക് വരും എന്ന ഒരു സമയമാണ്. അതായത് അഭിജിത്ത് മുഹൂർത്തം വരും. അപ്പം 10:50 മിക്കാറും 19 അല്ല 11:50 12:15 ഇടയ്ക്ക് ശരാശരി വരും. അപ്പം ഞാൻ 11:45 പറഞ്ഞ അഭിജിത്ത് മുഹൂർത്തത്തിനോട് അടുത്ത സമയം, അതാണ് ഏറ്റവും ഒരു കാര്യത്തിനോട് അടുത്ത് വരുന്ന സമയം, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സമയമാണ് അതിൻ്റെ ഒരു പീക്ക് പോയിന്റ്, അതിൻ്റെ ഒരു വളരെ ശക്തിയുള്ളൊരു സമയമാണ്. ഉദയത്തിന് തൊട്ട് മുമ്പുള്ള സമയം ആണ് ഏറ്റവും പവർഫുൾ. എന്ന് വെച്ചാൽ നമ്മൾ ആ ചേഞ്ചിലേക്ക് വരുന്ന സമയം. അപ്പോൾ അതുകൊണ്ടാണ് 11:45 പറഞ്ഞത്. അതായത് ആ സൂര്യൻ ആ 10ലേക്ക് വരുന്ന സമയം, അതായത് അഭിജിത്ത് മുഹൂർത്തം. അപ്പം കർമ്മസാക്ഷിയാണ് സൂര്യൻ ആത്മകാരകനാണ്. സൂര്യന് ബലമുണ്ടെങ്കിലേ ആത്മവിദ്യകൾ ഏത് വിദ്യകളും ഫലിക്കത്തുള്ളൂ. അപ്പം 11 അതിന് തൊട്ട് മുമ്പുള്ള 11:45 ടൈം. പിന്നെ 12 മണി സൂര്യൻ നേരെ ഉച്ചി വരുന്ന സമയം, നിഴൽ ഇല്ലാതെ ഒക്കെ വരുന്ന ഒരു ഏകദേശ സമയം. പിന്നെ 3 മണി 12 മണി കഴിഞ്ഞ് ഏകദേശം 2 മണിക്കൂർ. പിന്നെ 5 മണി, അവിടെ 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങളിൽ നല്ല ഡീപ്പായിട്ട് പ്രവർത്തിക്കാനത് ഉപകരിക്കും. പിന്നെ 7 മണി, പിന്നെ 9 മണി. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ മറന്നു പോയാലൊന്നും കുഴപ്പമില്ല, ഏതെങ്കിലും വിട്ടുപോയാലൊന്നും ഒരു കുഴപ്പമില്ല. പറ്റുന്ന പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ചെയ്യണം, അത് ഗുണമുണ്ടാകും. രാവിലെ എന്തായാലും ചെയ്യണം, വൈകിട്ടും ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ഈ അലാം വെച്ചിട്ട് ചെയ്യുക. പിന്നെ ഇനി ഇടയ്ക്ക് വിട്ടുപോയാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഓർത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ മറന്നു പോകും, കാരണം നമ്മൾ സ്ഥിരം ചെയ്യാത്തതാണ്. ആദ്യമൊക്കെ ഒന്ന് അലാം വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഏതെങ്കിലും രാവിലെ ഒരു തവണ പോലും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ബാക്കി ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അലാം വെച്ചോ ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ജോലിക്കടയിലും ഒക്കെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നേ ചെയ്യാവുള്ളൂ. വണ്ടിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ ഒന്നും ചെയ്യരുത് കേട്ടോ, സ്വസ്ഥമായിട്ടിരുന്നു. അപ്പോൾ ഇത് പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പും ഒന്ന് കൈയും കാലും മുഖം നനച്ചിട്ട് കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ വെച്ച് ഓം നമഃ ശിവായ ജപിച്ച ശേഷം നിങ്ങൾ കിടക്കുന്ന എപ്പോഴാണോ അതിന് തൊട്ട് മുമ്പ് കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതിന് ദാമ്പത്യ ബന്ധമോ ഒന്നും ഒരു ചര്യ നിഷ്ഠയോ ഒന്നുമില്ല കേട്ടോ. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ വിദ്യ ചെയ്തിട്ട് കിടക്കാം. ഏതൊരാൾക്കും ഫലപ്രദമാണ്. ശിവന് ശുദ്ധി അശുദ്ധി ഇല്ല. ശുദ്ധിക്കും അശുദ്ധിക്കും അപ്പുറത്ത് നിൽക്കുന്ന ശിവൻ. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു തരുന്നത്, ഈ വിദ്യയുടെ അറിവാണ് പറഞ്ഞു തരുന്നത്. ശിവൻ എന്ന് പറഞ്ഞാൽ ബോധമാണ്, ഊർജമാണ്. പ്രപഞ്ചത്തിൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതുമായ ജനിമൃതികളില്ലാത്ത ആ നിശ്ചല ബ്രഹ്മം ആണ് ശിവൻ. ഭഗവാന് ശുദ്ധി അശുദ്ധി ഇല്ല. അപ്പോൾ അതൊന്നും ഇതിനൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് ആഹാരത്തിലോ ഒന്നും ഒരു നിഷ്ഠ ഇതിൻ്റെ അകത്തില്ല ഈ വിദ്യ ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ ഈ വിദ്യയുടെ മറ്റൊരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ വലതുമുഖി കൂടെ എടുത്തു, ഇടതുമുഖി കൂടെ വിട്ടു. ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. രാവിലെ ഒരു തവണ, പിന്നെ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ ഒരു തവണ, വൈകിട്ട് കിടക്കുമ്പോൾ ഒരു തവണ. അത്രയും ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യണ്ട. അത് മതി. പറയുന്നത് അതുപോലെ കേൾക്കുക. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും, ശിവബോധം ഉണ്ടായി വരും. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഈശ്വരബോധം ഉണ്ടായി വരും. നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടായി വരും. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും, സഹായം ഉണ്ടായി വരും. നിങ്ങൾ ഭഗവാനെ അറിയും. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാനെ അറിയും. അതാണ് ഏറ്റവും വലിയ അറിവ്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരബോധത്തെ അറിയാതെ പ്രപഞ്ചത്തിൽ എന്തറിഞ്ഞിട്ടും കാര്യമില്ല. ഉള്ളിലുള്ള ഈശ്വരനെ അറിയണം. നിങ്ങളെ അറിയാതെ വേറെ എന്തറിഞ്ഞിട്ടും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ഉള്ളൂ. വെള്ളത്തിലൊരു വര വരച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ ഉള്ളൂ. നിങ്ങൾ വെളിയിൽ എന്തറിഞ്ഞോട്ടെ, എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചോട്ടെ, എത്ര പാരായണം ചെയ്തോട്ടെ, എത്ര തീർത്ഥയാത്രകൾ നടത്തിക്കോട്ടെ, അതൊക്കെ നല്ലത് തന്നെ, മോശമാണെന്നല്ല പറഞ്ഞു. പക്ഷെ നിങ്ങളെ അറിയാതെ പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിഞ്ഞില്ലെങ്കിൽ അതാണ് ഏറ്റവും വേണ്ടത്. ബാക്കിയൊക്കെ ഉള്ള നല്ലത് തന്നെ, മോശമൊന്നുമില്ല. പക്ഷെ ഏറ്റവും വേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുമ്പോഴാണ് നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ മാറുന്നത്, നിങ്ങൾ ഈശ്വരനെ അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ശിവായ നമ എന്ന് ശ്വാസം
എടുക്കുമ്പോൾ വലതുമുകളിലൂടെ ശ്വാസം സങ്കല്പിച്ചാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ബലമായിട്ട് എടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ശ്വാസം ഇങ്ങനെ പോകുന്ന, നിങ്ങളുടെ ശ്വാസം ഇങ്ങനെ പോകുന്നതായിട്ട് സങ്കല്പിക്കുക, ശ്വാസം വരുന്നതായിട്ട് സങ്കല്പിക്കുക മനസ്സിൽ. അല്ലാതെ ബലമായിട്ട് ശ്വാസം ഇങ്ങനെ എടുക്കുകയൊന്നും വേണ്ട, സങ്കല്പിച്ചാൽ മതി. അവിടെ 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 കാര്യം നടക്കും. അവിടാണ് അതിൻ്റെ രഹസ്യം. മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും രഹസ്യവിദ്യകളെല്ലാം മനം കൊണ്ടാണ്, അല്ലാതെ ഫിസിക്കലായിട്ടല്ല. അതേപോലെ ഇങ്ങനെ ശ്വാസം എടുക്കുമെന്നും വേണം, സങ്കല്പിച്ചാൽ മതി. ശ്വാസം ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിച്ചാൽ മതി. മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. ഏറ്റവും രഹസ്യമായ വിദ്യകളെല്ലാം മനം കൊണ്ടാണ് ചെയ്യുന്നത്. അതാ അറിയേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയും ശിവായ നമാന്ന് ശ്വാസം എടുക്കുന്നു, വലതുമുഖി കൂടെ ശിവായ നമാന്ന് പറഞ്ഞ് ഇടതുമുഖി കൂടെ വിടുന്നു. അപ്പോൾ ഉള്ളിൽ ശ്വാസം എടുക്കുമ്പോൾ ശിവായ നമ, വെളിയിൽ വിടുമ്പോൾ ശിവായ നമ. ഉള്ളിലും വെളിയിലും സമമാകുന്നു ശിവബോധം. സമമാകുമ്പോഴാണ് നമ്മളിൽ ആ പരബ്രഹ്മത്തിൻ്റെ ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നത്. ഉള്ളിലും വെളിയിലും ആ ഈശ്വരബോധം സമമായി വർത്തിക്കുമ്പോഴാണ് നമ്മളിൽ ഈശ്വരബോധം, ബ്രഹ്മബോധം, ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടായി വരുന്നത്. അതൊരു രഹസ്യമായ അറിവാണ് കേട്ടോ. സമമാകുമ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോഴും വിടുമ്പോഴും ആ ഒരു നാമം തന്നെ ജപിക്കാൻ പാടില്ല. കാരണം ഉള്ളിലും വെളിയിലും ഇത് നിങ്ങൾ ലളിതമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുക. പിന്നെ ഒന്നും ചിന്തിക്കണ്ട. ചെയ്തു കഴിയുമ്പോഴെനിക്ക് ചെയ്ത ശരിയായോ, എനിക്ക് അത് കിട്ടുമോ ഇത് കിട്ടുമോ, നിങ്ങളൊന്നും നിഷ്കളങ്കമായിട്ട് അങ്ങ് ചെയ്യുക. ബാക്കിയെല്ലാം പുറകെ വന്നോളും. ഒന്നും ആഗ്രഹിക്കുകയും വേണ്ട, എല്ലാം ഭഗവാൻ തന്നോളും. ചെയ്താൽ മാത്രം മതി. ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല, ഇത് ആവർത്തിക്കണം. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകണം. ശനിയാഴ്ച ഭഗവാന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും ഇല്ലെങ്കിലും ഭഗവാനെ തൊഴുതാലും മതി, അല്ലെങ്കിൽ ഒരു കുവളത്തിൽ സമർപ്പിച്ചാലും മതി, അല്ലെങ്കിൽ 10 രൂപയുടെ എള്ളെണ്ണ. ഭഗവാന് പാൽപ്പായസം വലിയ ഇഷ്ടമാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. പാൽപ്പായസം പറ്റുന്നൊരു പാൽപ്പായസം സമർപ്പിക്കുക. വെള്ള നിവേദ്യം വലിയ ഇഷ്ടമാണ്, സമർപ്പിക്കുക. കദളിപ്പഴം വലിയ ഇഷ്ടമാണ്, സമർപ്പിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട്. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ശനിയാഴ്ച ചെയ്യണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇതെല്ലാം സത്യമായ അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ അറിയാൻ പറ്റും. ഇതൊന്നും ആർക്കും പൈസ കൊടുത്ത് മേടിക്കാനോ അല്ലെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സമർപ്പിച്ച് ആ ഈശ്വര സമർപ്പണത്തിലൂടെ സ്വയം എത്തിച്ചേരേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ഇൻസ്റ്റാൾമെൻ്റായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, പൈസ മേടിച്ചോളൂ. ഇത് ആ ഉള്ളിൽ നിങ്ങളുടെ ഭക്തി പൂർണ്ണമാകുമ്പോൾ ശിവൻ നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വരും, ആ ഈശ്വരൻ്റെ അനുഗ്രഹം വരും. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുമ്പോൾ, ഭക്തി പൂർണ്ണമാകുമ്പോൾ, അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, ഈശ്വരനോട് വിചാരിക്കണം. അപ്പോൾ ആ ഈശ്വരൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, ഒന്നും ചിന്തിക്കാതെ ചെയ്യണം, പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്തെല്ലാം കാര്യം ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഒരു കാര്യമെങ്കിലും ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പോകുക. പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരാൾ മെസ്സേജ് ചെയ്തായിരുന്നു, ഒരു 6000 രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നു. വേറെ കിട്ടാനുണ്ടായിരുന്ന തടസ്സപ്പെട്ട് നിന്നിരുന്ന ആ ചെമ്പോലയിൽ ആ സംഖ്യ എഴുതി വെച്ച് വലിയ സന്തോഷം. അത് വളരെ സന്തോഷം, എനിക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷം. പിന്നെ മാതാപിതാക്കളെ വന്ദിക്കേണ്ട ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ഒരാൾ അദ്ദേഹത്തിന് മാതാവിനുള്ള സ്നേഹമൊക്കെ വീഡിയോയിൽ പറഞ്ഞു. വളരെ സന്തോഷം. മാതാപിതാക്കൾ കണ്ട ഈശ്വരന്മാരാണ്. മാതാവും പിതാവുമാണ് ആദ്യത്തെ ഈശ്വരൻ. അവരല്ലേ നമ്മളില്ല, അതുകൊണ്ടാണ്. അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. അവർ വഴിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പം അവരാദ്യത്തെ ഈശ്വരന്മാരാണ്. ഗുരുക്കന്മാർ തന്നെയാണ് ഈശ്വരൻ. ആദ്യ ഗുരു അമ്മയാണ്. ഗുരു തന്നെയാണ് ഈശ്വരൻ. ഗുരു ഈശ്വരതുല്യനാണ്, ഈശ്വരൻ തന്നെയാണ്. ഗുരു ആചാര്യൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ആചാര്യൻ ആചരിച്ച് കാണിക്കുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ തപസ്സും ചൈതന്യവും കൂടാണ് നമുക്ക് നൽകുന്നത്. അതാണ് ഗുരു ആചാര്യൻ തമ്മിലുള്ള വ്യത്യാസം.
അപ്പോൾ അമ്മ ആദ്യ ഗുരുവാണ്, അതുപോലെ അച്ഛനും ഗുരു തന്നെയാണ്. പക്ഷെ അതിലുപരി ആ ഗുരു അവർ ഈശ്വരനാണ്. അപ്പം അവരെയാണ് ആദ്യം, അവരോടുള്ള സ്നേഹം, ഭക്തി, ഇതൊക്കെയാണ് ആദ്യം ഉണ്ടാകേണ്ടത്. പിന്നെ നമുക്ക് അറിവ് തരുന്ന എല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. അതൊരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ, ഒരനുഭവമായിക്കോട്ടെ, എല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. നമുക്കിപ്പോൾ ഒരു ഗുരു ഒരു വിദ്യ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനുഭവമാണ് ബാക്കി ഗുരുക്കന്മാർ. അതറിയുന്നവനാണ് യഥാർത്ഥ യോഗി. നമ്മുടെ അനുഭവമാണ് ബാക്കി ഗുരുക്കന്മാർ. ഗുരു ആദ്യം ഒരു വിദ്യ തരും, പിന്നെ നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാരാണ് പിന്നെ നമ്മളെ മാറ്റുന്നത്. അപ്പം അച്ഛനമ്മ ആ ഗുരുക്കന്മാരെ, ഈശ്വരതുല്യരായ ഗുരുക്കന്മാരാണ് അച്ഛനും അമ്മയും. അവരെ നമ്മളൊരിക്കലും വേദനിപ്പിക്കരുത്. അത് ഞാൻ പലയിടത്തും കാണുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു, ഒരു പയ്യനായിക്കോട്ടെ അല്ലെ ആരും, അവർ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവർ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലെ അച്ഛനും അമ്മയും പിന്നെ അവർ അച്ഛനും അമ്മയും, അതായത് ഭാര്യയുടെ അച്ഛനും അമ്മയും ആയിരിക്കും. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ഒഴിവാക്കുക, അല്ലെ അവരോട് മോശമായി പെരുമാറുന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, അവരെ സ്നേഹിക്കണം. കല്യാണം കഴിച്ച് ഭാര്യയുടെ അച്ഛനും അമ്മയും അവരെയും സ്നേഹിക്കണം, അതുപോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും സ്നേഹിക്കണം. അവിടെ മറക്കരുത്. ആ കട ഒരിക്കലും വീട്ടാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും, എത്ര പ്രശസ്തനായാലും, എത്ര വലിയ അറിവൊക്കെ സമ്പാദിച്ചാലും ആ കട ഒരിക്കലും വീട്ടാൻ പറ്റത്തില്ല. കാരണം അത് അവർ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ചെറുപ്പത്തിൽ ഒരു അച്ഛനും അമ്മയും ചെയ്യാൻ പറ്റുന്ന വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ അമ്മായച്ചനും അമ്മായിയമ്മയ്ക്കും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ നിങ്ങളുടെ ആർക്കും ആയിക്കോട്ടെ, അച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റുന്ന ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇനി സ്ത്രീകളാണേലും അവർ ഇപ്പം ചിലർ കല്യാണം കഴിച്ച് ചെന്ന് കഴിയുമ്പോൾ ഭർത്താവിന് വീട്ടിലെ അച്ഛനും അമ്മയോടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സ്നേഹം, അവരെ സ്നേഹിക്കണം ഏറ്റവും. പക്ഷെ സ്വന്തം അച്ഛനും അമ്മയും മറക്കരുത്. രണ്ടു കൂട്ടരെ ഒരുപോലെ സ്നേഹിക്കണം, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം അത് ഒരു വലിയൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പം ഈ അച്ഛനും ഇപ്പം ഒരു കുട്ടി വളർന്നു, ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിയെ അമ്മ പരിപാലിക്കുന്നു. ഇപ്പോൾ ഒരു വൃക്ഷത്തൈ വെച്ചു, ആ വൃക്ഷത്തൈ പരിപാലിക്കുമ്പോഴാണ് അത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്നു. അത് അവിടെ നിന്ന് വളർച്ച മുരടിച്ചു പോകും. ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ആ വൃക്ഷത്തൈ മാറ്റി നടുമ്പോഴാണ് അതിന് പ്രകാശവും ഒക്കെ കിട്ടി അത് കരുത്താർജിച്ചു വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെ പരിപാലിക്കുന്നു അമ്മ. അത് മാത്രമല്ല അച്ഛൻ ജോലിക്ക് പോയി അവന് സംരക്ഷണം നൽകുന്നു. ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ പോകുന്നുണ്ട്. എന്തായാലും അച്ഛനും അമ്മയും ഈ കുട്ടിയെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതുകൊണ്ടാണ് ഇവൻ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരുന്നത്. വളർന്നു വരുമ്പോഴാണ് ഇവൻ മിടുക്കനാകുന്നതും ഇവന് ജോലി കിട്ടുന്നതും ഒക്കെ. പിന്നെ അച്ഛനും അമ്മയും ചെറുതാകാൻ തുടങ്ങും ഇവൻ വലുതാകുമ്പോൾ. പക്ഷെ അതൊരിക്കലും പാടില്ല. നമ്മൾ വലുതായിക്കോട്ടെ, നമ്മുടെ ജോലി, നമ്മുടെ സ്റ്റാറ്റസും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ അച്ഛനും അമ്മയും ഒരിക്കലും ചെറുതാകാൻ പാടില്ല. അല്ലെ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ചെറുതാണെന്ന് വിചാരിക്കരുത്. അവിടെ ഈശ്വരാധീനം പോയി. അവിടെ നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും മരിക്കുമ്പോൾ നിങ്ങൾ അത് പശ്ചാത്തപിക്കും. അങ്ങനെ പശ്ചാത്തപിച്ചിട്ട് കാര്യം, അതിന് അവസരം ഉണ്ടാക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ അച്ഛനും അമ്മയുടെ അടുത്ത് നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? ഇപ്പം നിങ്ങൾ പഠിച്ചു, നല്ല ജോലി കിട്ടി, UK അയർലൻഡിലും ഒക്കെയാണ്, അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതോടൊപ്പം അല്പസമയം കണ്ടെത്തണം അച്ഛനും അമ്മയും കൂടെ വരാനും അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാനും. നിങ്ങളിപ്പം എവിടെയെങ്കിലും ഒരു അച്ഛനും അമ്മയെ നോക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടാക്കിയെന്ന് വിചാരിച്ചു, പക്ഷെ അതൊരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക, നിങ്ങളുടെ സ്നേഹമാണ്. അത് ചെറുപ്പത്തിൽ അവർ നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങളെ തിരിച്ചു കൊടുത്തില്ല, നിങ്ങൾ കടക്കാരാണ്. അല്ലെ നിങ്ങൾ അച്ഛനും അമ്മയും കൊണ്ടുപോവുക. അപ്പം ഇതൊക്കെ ശരിക്കും ഈശ്വരനോടുള്ള പ്രാർത്ഥന. ഈശ്വരനെ അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ കർമ്മം തിരിച്ചടിക്കും, അത് സംശയം വേണ്ട. ഈ ജന്മം അല്ലെ അടുത്ത ജന്മം ആണെങ്കിലും കർമ്മത്തിന് അനുഭവിക്കേണ്ടി വരും. നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടി മോശം അനുഭവമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഈ ജന്മത്തിലല്ലേ അടുത്ത ജന്മത്തിലല്ലേ എപ്പോഴും ആയിക്കോട്ടെ, കർമ്മത്തിന് എപ്പോഴും എഫക്റ്റ് ഉണ്ട്. കർമ്മം തിരിച്ചടിക്കും. കർമ്മമാണ് സത്യം. അപ്പം മാതാപിതാക്കൾ അവർ നിങ്ങളോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല. ചിലർ പറയും അച്ഛനെ അമ്മയ്ക്ക് ഒരുപാട് കുറ്റം പറയും. പക്ഷെ അതൊക്കെ ഒരു പക്ഷേ ശരിക്കും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചുള്ള കാര്യങ്ങളും ആകാം. എന്തും ആയിക്കോട്ടെ, ഇനി അവരങ്ങനെ ചെയ്യുന്നതിന് വിചാരിച്ചുള്ളൂ. പക്ഷെ നിങ്ങൾ അവരെ അതുപോലെ ചെയ്യാൻ നിങ്ങൾ പിന്നെ എന്നാ വ്യത്യാസം? നിങ്ങൾ അവരെ എന്ത് ചെയ്യുമെന്നല്ല, നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും, എത്ര സ്നേഹം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
അവിടെയാണ് ഈശ്വരൻ നിങ്ങളെ അറിയുന്നത്. അവിടെയാണ് ഈശ്വരൻ നിങ്ങളെ അറിയുന്നത്. സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാർ അവരൊരു ആപത്തിൽപ്പെട്ട്, അവരൊരു കടക്കണിയിൽപ്പെട്ട്, അവർ നശിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ട് വരുമ്പം ലോകം മുഴുവൻ നടന്ന് ചാരിറ്റി ചെയ്തായിട്ട് ഒരു കാര്യമില്ല. ലോകം മുഴുവൻ നടന്ന് ചാരിറ്റി ചെയ്യുന്ന നല്ല കാര്യം, മോശമാണെന്നല്ല പറഞ്ഞു. പക്ഷേ ഇപ്പം ഒരു 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 വെളിയിലുള്ള ഒരാൾ വന്നൊരു സഹായം ചോദിക്കുന്ന പോലെ സ്വന്തം സഹോദരൻ ചോദിച്ചെന്നിരിക്കുന്നില്ല. അഭിമാനം, അത് കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷേ അത് ചിലപ്പോൾ ഈ സഹോദരൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ നിങ്ങളത് അറിഞ്ഞു ചെയ്യണം. അവിടെയാണ് നിങ്ങൾ ആ ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ ആ സഹോദരൻ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്ത് കഴിഞ്ഞ് കുറേ ഡയലോഗുകൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ അത് കഴിഞ്ഞ് കുറേ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ നല്ലതാണ്. പക്ഷെ സഹോദരൻ ജീവിച്ചിരിക്കും, അവനൊരു കൈത്താങ്ങ് കൊടുത്താൽ ചിലപ്പോൾ അവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടെന്നിരിക്കും. അവൻ മറ്റുള്ളവർ ചോദിക്കുന്ന പോലെ നിങ്ങളോട് നേരിട്ട് ചോദിക്കണമെന്നില്ല. ഈ ശരിക്കും ബുദ്ധിമുട്ടുള്ള പലരും നേരിട്ടൊന്നും ചോദിക്കാറില്ല. നേരിട്ട് ചോദിക്കുന്ന പലരും നല്ല രീതിയിൽ ചോദിക്കുന്നവരുണ്ട്, അല്ലാത്തവർ ഇതൊരു തൊഴിലാക്കിയവരുമുണ്ട്. ശരിക്കും ബുദ്ധിമുട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള പലരും അവർ നേരിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നത്. ഇനി എപ്പോഴും സഹായം ചോദിച്ച് നടക്കുന്നവർ അതൊരു തൊഴിലാക്കിയവരാണ് പലരും. ചിലർ നല്ല രീതിയിൽ ആവശ്യമുള്ളവരുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ ഞാൻ കണ്ടിട്ടുള്ളത് അതൊരു തൊഴിലാക്കി നടക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർ അത് അവരുടെ ഒരു പ്രൊഫഷൻ പോലെയാണ്. കാരണം ഒരിടത്തുനിന്ന് സഹായം കിട്ടി, അവർ നോക്കി ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, അടുത്തടുത്ത് ചെയ്യാന്ന് പറഞ്ഞ് കുറേ ബുദ്ധിമുട്ട് പറഞ്ഞ് അങ്ങനെയുള്ളവരെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ശരിക്കും ബുദ്ധിമുട്ടുള്ളവരുമുണ്ട്, അവർക്ക് ചെയ്യണം. ഈ തൊഴിലാക്കി നടക്കുന്നവരെ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നത് നമ്മൾ ചെയ്യണം. അപ്പം അച്ഛൻ, അമ്മ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളിന്ന് പഠിച്ചല്ലേ നല്ല നിലയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വളർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാർ, പുതിയ ബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പം നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന, നിങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിങ്ങളെ സഹായിച്ച അവരൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. അതൊരിക്കലും പാടില്ല. അത് ഈശ്വര നിന്നയാണ്, അവരോടുള്ള നിന്നയല്ല, ഈശ്വരനോടുള്ള നിന്നയാണ്. അതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ വലിയവനാകുന്നത്. അത് അവരെയൊക്കെ നമ്മൾ കൈയോട് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് മഹത്വം ഉണ്ടാകുന്നത്, ഈശ്വര ബോധം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചേരുന്നതാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, നന്മയുടെ ഭാഗം. അല്ലാതെ ക്ഷേത്രത്തിൽ പോവുകയോ ഈശ്വരനെ വിളിക്കുകയോ മാത്രമല്ല, സ്വന്തം ഉത്തരവാദിത്തങ്ങൾ, സ്വന്തം ധർമ്മങ്ങൾ ഒക്കെ. ഇപ്പോൾ ഒരു മക്കളുണ്ട്, ഇപ്പം ഒരു മോൻ ചിലപ്പോൾ ഇച്ചിരി ഉഴപ്പനായിരിക്കും, അല്ലെങ്കിൽ ഒരു മദ്യപാനിയായിരിക്കും, എന്തുമായിക്കോട്ടെ. ചില മാതാപിതാക്കൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ ആ മോനെ ഒന്നും കൊടുക്കത്തില്ല, വേറെ മോൻ്റെ പേരിൽ കൂടെ എഴുതിയിടും, ചിലപ്പോൾ എഴുതി വെക്കും. ആ മോനപ്പം ചിലപ്പം അവനെ ബോധമില്ലാതെ നടക്കുമായിരിക്കും, നശിപ്പിക്കുമെന്ന് പറയും. പക്ഷെ അതല്ല, ആ മോനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അവനെ നന്നാക്കി എടുക്കാൻ പറ്റിയാൽ പിന്നെ അവനുള്ള വീതം അവന് തന്നെ കൊടുക്കണം. അവിടെ അനീതി കാണിക്കരുത്. അവനെന്തും ചെയ്തോട്ടെ, അവൻ്റെ വീതം അവന് കൊടുക്കും. അതാണ് നീതി. അത് ഒരിക്കലും മനസാക്ഷി ഒരിക്കലും ആ മനസാക്ഷി എപ്പോഴും മനസാക്ഷി കുത്ത് കാണും. അവനെങ്ങനെ ആയിക്കട്ടെ, അവനെ നിങ്ങൾ നന്നാക്കി എടുക്കാൻ തീർച്ചയായിട്ടും പറ്റും. പിന്നെ അവനുള്ള വീതം അവന് തന്നെ കൊടുക്കണം. ചിലപ്പോൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിച്ചു കൊടുത്ത് നടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവനെക്കാട്ടിലും ആത്മാർത്ഥയോ അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല മനസ്സുള്ള ചിലപ്പം എപ്പോഴും റഫായിട്ട് പെരുമാറുന്നവനായിരിക്കാം. എന്തു ആയിക്കോട്ടെ, രണ്ടുപേരും ഒരേപോലെ കാണണം. അവരുടെ വീതം അല്ലെങ്കിൽ അവരുടെ അവകാശം സത്യസന്ധമായിട്ട് കൊടുക്കണം. അതെന്തും ആയിക്കോട്ടെ, അതൊക്കെയാണ് ഈശ്വരനീതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനമായിട്ട് ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റും. അല്ലെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ചെയ്ത കർമ്മത്തിൽ കളങ്കമുണ്ടെങ്കിൽ ആ കർമ്മം നിങ്ങളെ പിന്തുടരും. ഒരു മക്കളോടും പക്ഷാപാതം കാണിക്കരുത്. അവർക്ക് വേണ്ടത് തുല്യമായിട്ട് അവർക്ക് കൊടുക്കണം. ചിലപ്പം കൂടുതൽ സ്നേഹം കാണിക്കും, അവർക്ക് അതിൻ്റെ പുറകെ പ്രത്യേക ഉദ്ദേശം കാണും. നമ്മളോട് ആര് പ്രത്യേക സ്നേഹം കാണിച്ചാലും അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അതിന് നമ്മൾ വശംവദരാകരുത്. നമ്മളെല്ലാവരോടും നീതിപരമായിട്ട് പ്രവർത്തിക്കണം. അതാണ് ശിവൻ, അതാണ് ശിവബോധം, അതാണ് ഈശ്വരൻ, അതാണ് അനശ്വരനായ ഈശ്വരബോധം. പ്രാർത്ഥന മാത്രമല്ല, പ്രവൃത്തിയും ഈശ്വരനാണ്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോകളൊന്നും അധികം ആരും കാണത്തില്ല. ആളുകൾക്ക് കണ്ടാൽ അവരുടെ ജീവിതം മാറും. അതുകൊണ്ട് തന്നെ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. വളർന്നു വരുന്ന കുട്ടികൾ ഒക്കെ അറിയണം.
അവർക്കൊക്കെ അച്ഛനമ്മമാരോടൊരു സ്നേഹം, സമൂഹത്തോട് സ്നേഹം, സഹോദരങ്ങളോട് സ്നേഹം, ചുറ്റുപാടുകളോട് സ്നേഹം, ആ മൂല്യങ്ങൾ, ജീവിത മൂല്യങ്ങൾ അറിയാം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. പ്രവൃത്തി മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രവൃത്തി ഈശ്വരനാണെന്ന് അറിയണം. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.